ഇസ്രയേലിനെ വീണ്ടും കടന്നാക്രമിക്കാൻ ഹൂതി വിമതർ പദ്ധതിയിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങൾ കണ്ടുപിടിച്ച് ഹിസ്ബുള്ളയെ തകർക്കും എന്ന് വീണ്ടും ഇസ്രയേൽ ഭീഷണിപ്പെടുത്തുകയാണ്. ഹിസ്ബുള്ള അതേസമയം മറ്റു വഴികൾ പലതും ആലോചിക്കുന്നു. സിറിയയിലൂടെ ഇറാന്റെ സഹായത്തോടെ ഹിസ്ബുള്ള നടത്തുന്ന ചില നീക്കങ്ങളെക്കുറിച്ച് ഇസ്രയേൽ ഭയചകിതരാണ് എന്ന് അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നു. മാധ്യമങ്ങൾക്ക് പ്രസ് നോട്ട് കൊടുക്കുന്നു. വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? യമനിലെ ഹൂതി വിമതരും വെറുതെ ഇരിക്കില്ല. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ അടങ്ങിയിരിക്കില്ല. കാരണം ഇസ്രയേൽ നടത്തുന്ന ശുദ്ധ നെറികേടാണ്. ഫലസ്തീനിൽ അവിടെ വെടിനിർത്തൽ ലംഘനം നടത്തിക്കൊണ്ട് ഇസ്രയേലിന് ഇനിയും മുന്നോട്ട് പോകാം എന്ന് കരുതുകയേ വേണ്ട. ഇസ്രയേൽ ഭരണകൂടത്തെ തകിടം മറിച്ചിരിക്കും. ഞങ്ങളത് തച്ചുടച്ചിരിക്കും. ആ രാജ്യത്തെ ഞങ്ങൾ ഛിന്ന ഭിന്നമാക്കുമെന്ന് ശക്തമായി യഹിയ സരിയുടെ നേതൃത്വത്തിലുള്ള ഹൂതി വിമതർ പറയുമ്പോൾ ഹൂതി വിമതരെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ ദുർബലരാണെന്നോ അവർക്ക് ശക്തിയില്ലെന്നോ ഒക്കെ പറയുന്ന കളിയാക്കുന്ന നമ്മുടെ രാജ്യത്ത് തന്നെ അതിനെക്കുറിച്ച് കൃത്യമായി രണ്ട് പക്ഷം തന്നെയാണല്ലോ ഉള്ളത്. കാരണം സംഘികൾക്ക് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ എന്തോ ആണ്. ഇസ്രയേൽ സംഘികൾക്ക് പ്രത്യേകിച്ചൊന്നും വാരിക്കോരി കൊടുത്തിട്ടല്ല. എങ്ങനെയും ഇസ്ലാമോഫോബിയ അവരുടെ തലയ്ക്ക് പിടിച്ചതുകൊണ്ട് ഫലസ്തീനിലെ സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ആർത്തുല്ലസിക്കുന്നവർ ആണ്. മനുഷ്യത്വ രഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും കമന്റുകളായിട്ട് വരുന്നതും മലീരസമായ രീതിയിലുള്ള പ്രസ്താവനകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വാസ്തവത്തിൽ യമനിലെ ഹൂതി വിമതർ ചെയ്യുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടിക്ക് ഞങ്ങൾ മുതിരുന്നു എന്നുള്ളതാണ്. ഇറാന്റെ സന്ദേശം പോലും ലഭിക്കാതെ പലരും ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ദിശയിൽ നിന്നും വേണം എന്നുള്ളതിന് ആലോചിച്ചിരിക്കുകയാണ്. നമുക്കറിയാലോ, ഈജിപ്തിൽ വെച്ച് വലിയ തോതിലുള്ള ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള ചർച്ചയിലേക്ക് നടന്നതാണ്. അറബ് രാജ്യങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു ചർച്ച നടന്നു. എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തുന്ന രീതിയിൽ അമേരിക്കയുടെ നയങ്ങളെ അമേരിക്ക അവസാന ഉപാധികൾ വെച്ചതിനെയും കാറ്റിൽ പറത്തുന്ന രീതിയിൽ ഇസ്രയേൽ എന്ത് തെമ്മാടിത്തരവും കാണിക്കാം, ഏതറ്റം വരെയും അവർക്ക് അധിനിവേശ പ്രവർത്തനങ്ങൾ നടത്താം. അവരുടെ നിയന്ത്രണത്തിലായിരിക്കണം ഫലസ്തീനിൽ അവരുടെ മേൽനോട്ടത്തിലുള്ളൊരു പാവ സർക്കാരായിരിക്കണം ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ എന്ത് രീതിയിലുള്ള തെമ്മാടിത്തരങ്ങളും കാട്ടിക്കൂട്ടാവുന്ന ഒരു ഭൂമിയായി ഫലസ്തീനെ ഇനി ഭാവിയിലും അങ്ങനെ തന്നെ മതി എന്ന് വിചാരിക്കുന്നിടത്ത് അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ധീരോദാത്തമായ പോരാട്ട ചരിത്രമുള്ള ഹൂതികൾക്കും അതുപോലെ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഒന്നും കഴിയില്ല. അവർക്കങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. അവസാന ശ്വാസം വരെ പോരാടണം. പോരാടി മരിച്ചാലും വേണ്ടില്ല, പോരാടി തന്നെ ഇസ്രയേലിന്റെ നെറുകേടുകൾക്ക് മറുപടി കൊടുത്ത് തന്നെ ഈ മണ്ണിനോട് ചേരണം എന്ന് ഉറപ്പിച്ചാൽ പിന്നെ നെതന്യാഹു അല്ല ഏത് പാഷാണത്തിൽ കൃമി വന്നാലും അവൻ്റെയൊക്കെ കൃത്യമായ അടിവേരറുത്തിരിക്കും.